അവൻ കള്ളനാ, മനസ്സിലായ? പുള്ളിക്ക് ആർപ്പി ഇപ്പൊ തലക്ക് പിടിച്ചിരിക്കുക. വാസു കേട്ടതാ. സാബിന്റെ കൂടെ വന്നു. സാബിന് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. 50 ലക്ഷം ഓടിയ. നീ നാട് നീളം ഇവിടുന്ന് വണ്ടി അണ്ടിയും ബ്രേസറും ഒക്കെ മേടിച്ചു വെച്ചല്ലോ അളിയാ. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നോണ്ടാണ്. കടവായിട്ട് മതി. മനസ്സിലായോ? അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇത് ഒരു പ്ലെയറിന്. എന്താടാ എവിടെ വന്നു? ഗ്യാങ് വരുന്നു. അപ്പൊ ഇപ്പൊ 4 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ഏകദേശം 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട് അതിന്. അപ്പോ എന്താ പറയാ, ഓർക്ക് റൺ ചെയ്യാന്ന് പറയുന്നത് ഇത്ര ഈസി ടാസ്ക് അല്ല. പക്ഷെ അത് നമ്മൾ നന്നായിട്ട് റൺ ചെയ്യാൻ വേണ്ടി പോകണം എന്നുള്ളൊരു ഇതാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് സാലറി ഉണ്ടാവില്ല, അവർക്ക് നമ്മൾ ബ്രാൻഡ് ഡീൽസ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. മനസ്സിലായോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് അവർക്കും ഉണ്ടാവണം ഇനി തൊട്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളോട്. മാച്ചസ് ഒക്കെ വരുമ്പം കമന്റ്സിലൊക്കെ എനിക്ക് ഇനി അവരുടെ കൂടെ ഇവന്റ്സിനൊക്കെ പോകണം, അവരുടെ ഇവന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ പ്രസൻസ് കാണിക്കണം, അവരുടെ ഗെയിം കളിക്കുകയല്ല. പിന്നെ നമുക്ക് ഇടയ്ക്ക് ലൈനപ്പിൻ്റെ കൂടെ ഇടയ്ക്ക് പബ്ജി മൊബൈലൊക്കെ കളിക്കാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അത് ഇടയ്ക്ക് നമുക്ക് ലൈനപ്പിൻ്റെ കൂടെ പബ്ജി മൊബൈലൊക്കെ കളിച്ച് സെറ്റായിട്ടിരിക്കാം. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എല്ലാവരുടെയും TV-യുടെ ഒഫീഷ്യൽ പേജിൽ ഞാൻ അവരുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒരു കൊളാബ് പോസ്റ്റ് നാളെ ഇട്ടേക്കാം. ബാക്കി ഇനിയുള്ള ഗെയിംസ് ഗൈസ്, ഈ ഫുട്ബോള് ബാക്കിയുള്ള ഗെയിംസിന്റെ ഒക്കെ നല്ല ടീമുകളുടെ ഒക്കെ സജഷൻസ് എടുത്തിട്ട് നമുക്ക് TV-യിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹലോ ഒന്ന് വരും. സാഗുരു വരും, ഒന്നും കൂടെ വരുമോ? ഇവിടെ നമ്മുടെ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ നമ്മുടെ കോഹ്ലിയുടെ റൈഡർ ഒരാളുണ്ട്. പുള്ളി ഈ വണ്ടി കണ്ടപ്പോ തൊട്ട് ഈ വണ്ടി ആരാ തന്നത്, എന്താ തന്നത് എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചോണ്ടിരിക്കുക. മനസ്സിലായ? ഇതിനെപ്പറ്റി, ഈ വണ്ടിയെ പറ്റി യാതൊരു കാര്യങ്ങളും അവനോട് സംസാരിക്കരുത്. അവൻ കള്ളനാ, മനസ്സിലായ? അല്ല, ഈ വണ്ടി ഞാൻ സാഗുരു, ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയണേ. ഈ വണ്ടി സിറ്റിയിൽ വേറെ ആളുടെ വന്നാൽ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഇതാ ഈ ഉത്തരത്തിൽ തൂങ്ങുഞ്ഞ. ഒരു സംശയമില്ല. ഇല്ല, അത് ഉത്തരവാദിത്വം പറയാൻ മനസ്സിലായോ? അത് ഞാനതാ പറഞ്ഞ. അത് ഇനി എങ്ങനെ വന്നാൽ ഞാൻ അതെന്തായാലും ഉത്തരത്തിൽ തൂക്കും. ഈ വണ്ടി വേറെ ആളുടെയും കാണാൻ പാടില്ല. ഈ വണ്ടി 2 എന്റെ കയ്യിലുണ്ട്. ഇതല്ലാതെ സീറ്റുള്ള വണ്ടി ഓൾറെഡി എന്തോ കേട്ടില്ല. സീറ്റിംഗ് അധികമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പെഷ്യൽ 6 സീറ്റ് ഇതാണ് ഞാൻ ചന്ദ്രബോസ്. പുള്ളിയുടെ വീട്ടിലൊക്കെ പോയായിരുന്നു. ഞാൻ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഈ വണ്ടിയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? അതെ. ഈ വണ്ടി കണ്ടിട്ടില്ല. അല്ല, പുള്ളിന്റെ അടുത്ത് ആ വീടൊക്കെ എടുത്തോളാൻ പറഞ്ഞാണോ സാറേ? അത് പുള്ളി ഓൾറെഡി പറഞ്ഞായിരുന്നു. അത് പുള്ളിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടില്ല, ഏതെങ്കിലും കൊടുക്കുവാണ്, വേറെ വീട് കൊണ്ടുവരുന്നു പുള്ളി. അത് ആ വീടിന്റെ കാര്യം പുതിയ വീട് 10 ദിവസത്തിനുള്ളിൽ നമ്മള് ഹൗസ് വാമിംഗ് ഉണ്ടാവും. എന്തായാലും ഞാൻ എല്ലാരും ഇൻവൈറ്റ് ചെയ്യും. അയ്യോ, അത് ഈ നാട് മൊത്തം വിളിക്കണ പരിപാടിയായിട്ട് വെക്കണം കേട്ടാ. ബാർ ഓപ്പൺ ആക്കും. എടാ, കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കട്ടോ. അതോട്ടോ എല്ലാരും വാ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ പുള്ളിക്ക് പ്രാന്താ. പുള്ളിക്ക് ആർപ്പി ഇപ്പൊ തലക്ക് പിടിച്ചിരിക്കുക. എല്ലാരും ആർപ്പിന്ന് പോകാനുള്ള സമയമൊക്കെ ആയപ്പോഴാണ് പുള്ളിക്ക് ഇതാണ്.
ഈകളെ പ്രോഫിറ്റ് ഇല്ലാതെ എങ്ങനെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകും? ബ്രോ ഞാൻ പറയട്ടെ, ഞാൻ പറയണത് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ബ്രോ. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ കൂട്ടത്തിൽ മെന്നി, ഡ്രീമർ, അവരൊക്കെ ഈ പറയുന്ന ബ്രാൻഡ്സും ബ്രാൻഡോടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉള്ള ചാർജസും എക്സ്പെൻസസും ഒക്കെ അവരുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പിടിച്ചു കൊടുക്കുന്ന മറ്റേ ബ്രാൻഡ് ഡീൽസിൽ നിന്ന് കട്ട് ഓഫ് ആവുന്ന രീതിയിലത്തെ അവരുടെ ഇത് അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതിന്റെ അപ്പുറത്തോട്ട് ഇതൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് കൊണ്ടുപോകില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. RP റിക്രൂട്ട്മെന്റ് ഇതൊക്കെ ചുമ്മാതല്ലേ? ഇതൊക്കെ നമ്മുടെ ഉടായിപ്പല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഒരു കാര്യം പറയാണേ. So this is Saab Guru. Meet Mr. Saab Guru. Saab Guru ഇവിടെ ഒരു വലിയ എന്താ പറയാ ബാർ, ഡാൻസ് ബാറും DJ ഒക്കെ ഉള്ള, വെള്ളമൊക്കെ അടിക്കാനും നിങ്ങൾക്ക് കള്ളുടിക്കാനൊക്കെ പറ്റിയ കസിനോ എല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാ കസിനോ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസ് ബാർ ഇവിടെ തുടങ്ങാൻ പോവാണ്. സോ പുള്ളിക്ക് ഉറപ്പായിട്ടും ഇങ്ങനൊരു സാധനം ഇവിടെ ചെയ്യുമ്പം ഇവിടുത്തെ കള്ളുടിയന്മാരും ഇവിടുത്തെ മറ്റേ അവന്മാരും ഒക്കെ വന്നിട്ട് ഇതിൽ ഉപദ്രവം ഉണ്ടാക്കും. മനസ്സിലായ? നമ്മളെ കൊണ്ടുപോകുന്നില്ല. അല്ല നിങ്ങളല്ലടാ, വെളിയെന്നുള്ള ആൾക്കാര്. സോ പുള്ളിക്ക് ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ തോന്നി. മെയിനായിട്ട് കെവിനെ പറഞ്ഞാന്ന് മനസ്സിലായി. പുള്ളിക്ക് നല്ലൊരു പറഞ്ഞേക്ക് പുള്ളിക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ആക്കി കൊടുക്കണം. അതായത് ഈ പറഞ്ഞതുപോലെ അവിടെ എന്തെങ്കിലും അടിയോ വഴക്കോ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഈ സിറ്റിയിൽ നമ്മൾ ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ടാണ് തല്ലി കൊന്നാ മതി. അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ തല്ലി കൊന്നാ മതി. മനസ്സിലായ? അപ്പൊ പുള്ളി നമ്മുടെ അടുത്താണ് ഇത് ആദ്യം അപ്രോച്ച് ചെയ്ത് വന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കാര്യം അവിടെ സാഗ്ഗുരു, അവിടെ നമ്മുടെ TV മെമ്പേഴ്സിന് എന്ത് മുൻഗണനയായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി തരുമ്പോ? അവിടെ സ്പെഷ്യൽ, അതായത് TV മെമ്പേഴ്സ് ശരിക്കും അത് നിങ്ങളെ വാസുവേട്ടന്റെ ക്ലബ്ബ് പോലെ കണ്ടാ മതി. വാസുവേട്ടനാ സ്വന്തം വീട് പോലെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. അതില് ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നു. ഹലോ ഹലോ, ഇതാരാ? തങ്കപ്പൻ പോറ്റിയോ? ഇതാരാണ്? എന്ത് പറഞ്ഞു? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിലാ. ഇതാരാണ്? എന്റെ നമ്പർ അഡ്വർടൈസ്മെന്റിൽ ഇട്ടില്ലല്ലോ. ഓക്കെ ഞാൻ ഗ്യാങ് മീറ്റിംഗിലാ. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. അണ്ണാ ഇത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങളിപ്പോ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ലല്ലേ? കേട്ടു റേഡിയോയില് കേൾക്കാം. റേഡിയോയിലല്ല ഞാൻ പറഞ്ഞു. ഇല്ലല്ല റേഡിയോയില് കണ്ണെടുക്കാൻ പോയത്. എടാ ആരെങ്കിലും സാബിന്റെ കൂടെ സാബിന് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞേക്ക്. അപ്പൊ ഞാൻ കാര്യം പറയാം. പുള്ളി ഒരു നമുക്കൊരു ഉപകാരം ചെയ്തു തന്നു എന്ന് കരുതി നിങ്ങൾ ഫുൾ ടൈം രാപ്പകലില്ലാതെ ബാറിന് മുന്നിൽ പോയി അടിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കൂല. അവിടെ മിസ്ബിഹേവ് ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുക മാത്രമാണ് നിങ്ങൾക്കുള്ള ജോലി. മനസ്സിലായ? ഇവിടെ എനിക്കറിയാം, ബാലിനൊക്കെ രാവിലെ തോർത്തും തല കെട്ടി ഇറങ്ങുമെന്ന് അറിയാം ബാറിന്ന് കേൾക്കുമ്പോ എനിക്ക്. അപ്പൊ എവിടെയാണ് നമ്മുടെ ബാർ വരുന്നത്? ബാറ് ഞാൻ മദ്യപിക്കാറില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഫോൺ ഓഫ് ചെയ്തടാ. ആരുടെയാ ഫോണ്? ഉള്ളി ഒന്ന് വിളിച്ചു. അപ്പൊ സബ്ജീത് എന്നത്തേക്കാണ് സബ്ഗുരു എന്നത്തേക്കാണ് ഇതിന്റെ ലോഡ്ജും കാര്യങ്ങളൊക്കെ? ഒരാഴ്ച മാക്സിമം ഒരാഴ്ച കൊണ്ട് അടുത്ത ആഴ്ച ഒന്നും പേടിക്കണ്ട. ഒരാഴ്ച കൊണ്ട് ലോഡ്ജ് ചെയ്യല്ലേ? നമുക്ക് ഇപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ നമ്മള് റോ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റോ മെറ്റീരിയൽസ് കള്ള്. അതെ, കള്ള്. വണ്ടികൾ ഇറക്കിയാലോ?
നമ്മുടെ നല്ല ഒന്നാം ഫെനി ഉണ്ട്, അതും കൂടി മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടാ. എന്തായാലും ഞങ്ങക്ക് കാഷ്നട്ട് സ്റ്റോർ ആണ്, അപ്പൊ ഞങ്ങക്ക് അതിനകത്ത് നിന്ന് ഇത് ചെയ്ത ഫെനി ഉണ്ട്, അപ്പൊ ആ ഫെനിയും കൂടെ അവിടെ ഒന്ന് ഇത് കൊടുക്കണം. കൊറേ സ്പെഷ്യൽ ഡ്രിങ്ക്സ് അതിൽ വരുന്നുണ്ട്. ആണല്ലേ? സെക്സ് ഓൺ ദ ബീച്ച് കൊണ്ടുവരണം കേട്ടാ. എടാ അത് കുടിക്കുന്ന കുടിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ വിചാരിക്കുന്ന. അതൊരു ഫേമസ് ആയിട്ടുള്ള കോക്ടെയിലാ, മനസ്സിലായോ? അറിഞ്ഞൂടാണ് അല്ലേ? ഞങ്ങളൊക്കെ ടീ ടോട്ടലേഴ്സാ. അപ്പൊ അത്ര വേറെന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പറയണ്ടേ പറഞ്ഞു. അല്ല ഈ ബാർ അല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ്? ഇപ്പൊ നമ്മള് ബിസിനസ് ചെയ്യുന്നത്, ഒന്ന് കാറിന്റെ ബിസിനസ്സും എല്ലാം ലീഗലായില്ലേ? ആ ലീഗലാണ് എല്ലാം ചെയ്യുന്നത്. നമ്മള് ലീഗലായിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള സെറ്റ് ലോഞ്ച് ആക്കിയാൽ മാത്രം മതി. ബാക്കി എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും, ഞങ്ങളോട് ഉണ്ടാവും. പറഞ്ഞോടാ. അന്ന് ഒരു 60,000 രൂപ കൊടുത്തു വിടണ. മുഖത്തെറിഞ്ഞിടണ അവന്റെ അണ്ണൻ തരും, വാങ്ങിക്കടാ. കാര്യം എന്താ? അതിനു വേണ്ടി കാത്തിരിക്കാണ് നമ്മളൊന്ന് ഹീൽ ചെയ്യാൻ പറ്റേ 557. വരും വെളിയിലോട്ട് വരും. ഇപ്പൊ EMS നമ്മളാണോ പൈസ തരേണ്ടത്? അതെ അല്ല അത് ഹീല് ചോദിച്ചു വാങ്ങിയതാ സാറേ. ഇത് ഇപ്പൊ ഡിസ്കൗണ്ട് ഉണ്ടോ രണ്ടുപേർക്ക് ചെയ്യുവാണെങ്കിൽ? 50K ഇപ്പൊ എത്ര ഇപ്പൊ രണ്ടുപേർക്ക് ഹീൽ ചെയ്തതിന് എത്രയാണ്? കൊന്നു കഴിഞ്ഞാൽ ഫ്രീ ആണ്. അല്ല ഇപ്പൊ ഹീൽ ചെയ്തതിന് എത്രയാണ്? പോയോ? ഇങ്ങോട്ടോ അവിടെ കൊളീഷൻ ഉണ്ട്. ഈ ബാറിൽ ഗേൾസിനെ നമ്മളെ കൂട്ടത്തിൽ കൊണ്ടുവന്നത് അത് വേണ്ടല്ലോ. 50 ലക്ഷം കേട്ടോ. എടാ അവൻ ഇങ്ങോട്ട് വിളിച്ചു 50 ലക്ഷം എന്റെ കൈയുണ്ടോ? 50 ലക്ഷം കൊടുക്കാൻ. 50 ലക്ഷം ഹീൽ ചെയ്തേന്. അതല്ലേ എണ്ണി കൊടുക്കേണ്ടി വരും. എനിക്ക് കണ്ടേക്കാൻ പറ്റൂല. അവൻ എവിടെ പോയടാ? ഈ പൈസ മേടിക്കാൻ വന്നു കത്തിപ്പോയാ? സഹോദര വേറെ ആർക്കും ചെയ്യല്ലേ, ദേവി ആരും ഞെക്കല്ലേ, ഒന്ന് വാങ്ങിക്കോട്ടോ. 50 ലക്ഷം ഒരു കോടി സാറേ 75,000. 75,000. ഇങ്ങോട്ട് വാ. ആരും ഞെക്കല്ലേ, ഇങ്ങോട്ട് വാ. ദയവ് ചെയ്ത് ഇവിടെ ആരെയും ഇനി ആരെ ഞെക്കി ഹീൽ ചെയ്താലും ഞാൻ പൈസ തരൂലേ? ഇല്ല സാറേ നിർത്തി. സാറേ കൊറേ ഡ്യൂട്ടി ഉണ്ട്, പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് പോവാം. എത്ര രൂപ? എല്ലാം കൂടെ 70,000 രൂപ പോരെ? സാറേ വിട്ടാ പോണത് സാറേ, വിട്ട് 70,000 പോരെ? 70,000 സാറേ വിട്ടാ പോയത്, കേട്ടില്ല. 70,000. ആ സാറേ മതി ഇത് മതി സാറേ, അത് മതി പോട്ടെ. അർജന്റ് ആണ്, കൊറേ ഡ്യൂട്ടി ഉണ്ട്. ഇവൻ എന്തോ ഡിലേ ഉള്ളവനാണ്. ഇവനെ 5 മിനിറ്റ് പറഞ്ഞു കിട്ടിയില്ലേ? താങ്ക് യു സാറേ. ഓ സാർ നന്ദിയുണ്ട്. എവിടെയെങ്കിലും വണ്ടി ഇടിച്ച് പുഴുത്ത് കിടക്കുമ്പം നിന്നെ ഞെക്കാൻ വരുന്നതിന്റെ ഈ പൈസ കൊടുക്കട്ടെ. നിനക്ക് വേറെ വല്ല ഡെഡ് ബോഡി നല്ലത് മാത്രം വരുന്നതാണ്. നോക്കട്ടെ. മുടിയൊക്കെ വളർത്തിയിട്ട് നല്ല മുടി വാ. ഇറങ്ങി ഓടിയാ? പുറത്തോട്ട് വാ. നിങ്ങൾ ഇറങ്ങി ഓടിയാ? സാബ്ഗുരു ഇറങ്ങി ഓടിയാ? സാബ്ഗുരുവാ? കേറാൻ പറ്റുമോ? പഴയ പുള്ളാണത്. ബാറിന്റെ മുതലാളി അത് എടുക്കണേ, വലിച്ചെടുക്കണേ, പൂളിയത്. ആദ്യമായിട്ട് ഇങ്ങനെ ഓജി പോർഷനിലാണ് നമ്മൾ കയറിയത്, ഓർമ്മ? കേട്ടില്ല. ഇങ്ങനെ ഓജി പോർഷനിൽ നമ്മൾ ആദ്യമായിട്ട് കയറിയത്. സത്യം. എല്ലോ സാബ്ഗുരു, കഴിഞ്ഞ ദിവസം എനിക്ക് പുതിയ ഒരെണ്ണം മേടിച്ചെന്ന് പറഞ്ഞ അയച്ചു തന്നില്ല. അത് ഏതായിരുന്നു മോഡല്? അത് GT3 ആയിരുന്നു. ഇപ്പൊ കയ്യിലുണ്ടോ അത്? വീട്ടിലുണ്ട്. ഇവിടെ നാട്ടിലാണോ ദുബായിലാണോ? ദുബായിലല്ലേ. നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരുമോ? നാട്ടില് നമുക്ക് വേറെ സാധനം ഉണ്ട്. പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു 10 ദിവസം എന്റെ വീട്ടില്. ഓക്കെ. ചന്ദ്ര വേറെ ചന്ദ്ര
പുള്ളിയുടെ റിയൽ ലൈഫിലെ വണ്ടിയാണത്. എടാ എസ് പമ്പ് മേടിക്കണ്ടേ? അണ്ണാ എസ് പമ്പ് ആണുങ്ങൾ മേടിച്ച്. ആരാ മേടിച്ചേ? ഇനി അവന്റെ ഏതോ ഒരു AK പമ്പതാ AK എന്ന് പറഞ്ഞാൽ ഇട്ടേക്കണം. നോക്ക്, ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ പോയി വലിയ കാര്യത്തില്. അന്നേരം അത് ആരാ നീ വാങ്ങിച്ചത്? നാട് നീളെ ഇവിടെന്ന് വണ്ടിയും അണ്ടിയും ബ്രേസറും ഒക്കെ മേടിച്ചു വെച്ചല്ലോ അളി. ആ സമയത്ത് ഇല്ല മേടിച്ചില്ല ആരും. മിസ്റ്റർ എക്സ് തന്നെ നടക്കുന്നത് പ്രോപ്പർട്ടി. ആണോ? ആ മിസ്റ്റർ എക്സ് നടക്കുന്നത്. മേടിക്കാം അത് എനിക്കൊരു 2000 മിസ്റ്റർ എക്സിനെ ഞാൻ 2-3 പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞിട്ട് മിസ്റ്റർ എക്സ് ഇതാക്കില്ല. ഇന്ന് നമുക്ക് ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അത് നമുക്ക് TVക്ക് വേണ്ടിട്ട് ആ സാധനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് കിടത്തിക്കോളാം. നല്ല വരുമാനം കിട്ടും. ആണോ? എടാ എല്ലാരും മീറ്റിംഗ് റൂമിൽ അർജന്റ്. പെട്ടെന്ന് അർജന്റ്. സാബുരുവിലൊക്കെ കൊടുത്ത പൈസ ഉണ്ടോ ഇങ്ങനെ പറയുന്നു? സാബ് ഗുരു ഇങ്ങോട്ട് ഒന്ന് വരുമോ? 100 കോടി നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നോണ്ടാണ്. കടമായിട്ട് മതി. പൈസ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? എത്ര വേണം? നമ്മളൊരു 1 മാസത്തിനകത്ത് തിരിച്ചുതരാം. ചന്ദ്ര എത്ര ഉണ്ടാവും? അതിനൊരു എനിക്ക് തോന്നുന്നു 2000 കോടി ഉണ്ടാവും അതിന്. പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു കയ്യിലിപ്പോ ക്യാഷ് ആയിട്ട് ഒരു 50 CR ഞാൻ അങ്ങോട്ട് തരാം. അത് മതി അത് ബാക്കി വേണ്ടിയില്ലേ. എന്റെ ഐഡി 526. ഞാൻ ക്യാഷ് ഡ്രോപ്പ് ചെയ്താൽ മതിയോ? ഡ്രോപ്പ് ചെയ്യണ്ട. ഇവിടെ കള്ളന്മാരുടെ ഭയങ്കര ശല്യമാണ്. മേടിച്ചേ? എനിക്ക് അറിഞ്ഞൂടാ ആരാ മേടിച്ചത്. മേടിച്ചിട്ടില്ലെന്നാ ഞാൻ പറയുന്നേ. 526 അല്ലേ? 526. ഹലോ ബ്രോ, ഒരു സെക്കൻഡ്. ഇത് യൂസിംഗ് അല്ലേ? വന്നില്ലേ? പൈസ തിരിച്ചപ്പന്നല്ലേ? കേറിയില്ലേ? നോക്കട്ടെ സെക്കൻഡ്. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh. ഫണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഓ ഇല്ല, ഇത് തന്നെ വലിയ ഇത് ഞങ്ങൾ ഉടനെ തിരിച്ചു തരും. നാളെ 2 ദിവസത്തിനകത്ത് തന്നെ തിരിച്ചു കൊണ്ട് തരും. കുഴപ്പമില്ല. ഇത് നമ്മളൊരു ബിസിനസിന്റെ നമ്മുടെ ഒരു ഫണ്ട് ബ്ലോക്കായി കിടക്കുവാണേ, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പ്രശ്നമല്ല, ഇത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. ഓ അതെ. നമ്മുടെ മറ്റേ വണ്ടി എപ്പോ വരും? ഇനാഗ്രേഷൻ ഡേയോട് അടുപ്പിച്ച് വരുന്നതാണ്. അത് അന്നേരത്തിന് മതി, അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരമായി പോവും. ഓ അതെ. ഒരു സെക്കൻഡ് ചന്ദ്ര ഒന്ന് വന്നേ. സാബ് ഗുരു ഒരു മിനിറ്റ്. ചന്ദ്ര ഒന്ന് വന്നേ. ബാക്കി 1900 കോടി നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞേ, പുള്ളിയുടെ ഇവിടുത്തെ ബാറിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് 500 കോടിയാ. അങ്ങനെ ഇപ്പൊ തന്നെ 2000 കോടിയുടെ ഒരു കാറും 1500 കോടിയുടെ വേറൊരു കാറും ഇതും കൂടാതെ 50 കോടി കയ്യിൽ ക്യാഷ് ആയിട്ട് മേടിച്ചു. മിസ്റ്റർ എക്സ് വിളിക്കാൻ നോക്കട്ടെ. ഹലോ മിസ്റ്റർ എക്സ് ആണോ? നമ്മുടെ ഒരു കാര്യം 20-ാം തീയതിയാണ് വരുന്നത്. 20-ാം തീയതി നമ്മുടെ ഗ്യാങ് ഹൗസ് വരുന്ന ഒരു പമ്പില്ലേ ഗൈസ്? ഇന്ന് ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങാൻ നേരം നിങ്ങൾ എന്നോടൊന്ന് എന്നെ ഓർമ്മിപ്പിക്കണേ, ഗ്രാഫിക്സ് ഹൈ ആക്കാൻ. അത് മെൻഷൻ ചെയ്തിട്ട് കോൾ പറഞ്ഞിരണോ? അതെ എല്ലാ പേജിലും ഇടുമ്പോ അത് ബ്രാക്കറ്റിലെ പെട്രോൾ പമ്പ് ഒന്നും കൂടെ ഇടുവാണെങ്കിൽ ബിസിനസ് ടീം വിളിക്കും. ശരി ഓക്കെ. മീറ്റിംഗിൽ എല്ലാം കൊണ്ടും പ്രഷറാണ്. പറടാ അണ്ണാ, ഇത് കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് കൂടെ വരുമോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സമ്മാനം തരാ. ഞാൻ കൂടെ വരുമ്പോ ഏതെങ്കിലും പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് 26 വർഷമായിട്ട് സിംഗിൾ ആയിട്ട് നിൽക്കുവാണ്, നീ അണ്ണനെ പോലത്തെ അവസ്ഥ എനിക്ക് ആക്കരുത്, നീ എനിക്ക് സെറ്റ് അതിനുള്ള കഴിവൊന്നുമില്ല എനിക്ക്. വേറെ കാര്യത്തിനാ സമ്മാനം തരാ. മാരിപ്പോ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ എനിക്ക് പേടിയാണ് ചന്ദ്ര. എന്നെ കൊണ്ടൊന്ന് എക്സാമ്പിൾ ഒക്കെ കാണിച്ചു കളയും. എവിടെ ചന്ദ്ര പമ്പ് മേടിക്കട്ടെ? പമ്പിന്റെ സ്പെല്ലിങ് PUMB ആണോ P ആണോ? B അല്ലേ?
അല്ലേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഫ്രീ ആകുമ്പോൾ പറയുമോ? ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവര് വിളിക്കുന്നത്. അളിയെ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ.